നമസ്കാരം. സ്ത്രീ ആയാലും പുരുഷനായാലും ഒരു പ്രായം കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള ഒരു പരാതിയാണ് വിസറൽ ഫാറ്റ് അല്ലെങ്കിൽ വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് അധികമായിട്ട് വരുന്നു. ചെറിയ രീതിയിൽ കഴിച്ചാൽ പോലും അല്ലെങ്കിൽ എക്സസൈസ് ചെയ്തിട്ട് പോലും ഇതുപോലെ വരുന്നു എന്നുള്ള പ്രശ്നങ്ങളൊക്കെ പറയുന്നവർ അധികമാണ്. സ്ത്രീകളാണെങ്കിൽ ഒരു പ്രസവശേഷം അത്രയേറെ കൃത്യമായിട്ടുള്ള ചിട്ടയോട് കൂടിയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ പലവിധ ബുദ്ധിമുട്ടുകളും ഇതുകൊണ്ട് ഉണ്ടാവാറുണ്ട്. നമുക്കിഷ്ടമുള്ള ആഹാരം കഴിക്കാൻ പറ്റാതെയൊക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വിസറൽ ഫാറ്റിനെ എളുപ്പത്തിൽ കുറയ്ക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കിയാലോ. ഇത് ഒരുവിധം കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വയറ് കുറയ്ക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. മുഴുവൻ കാണാൻ ശ്രമിക്കണേ. ഞാൻ ഡോക്ടർ സജിത ദിജൻ. ഇതിൽ ആദ്യത്തേത് നമ്മുടെ ഭക്ഷണക്രമം തന്നെയാണ്. ഇഷ്ടമുള്ള ഭക്ഷണം മിതമായിട്ട് കഴിക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വയറ് കുറയ്ക്കാൻ വളരെ എളുപ്പമാണ് എന്നുള്ളതാണ്. ഇതൊന്നും പഠിച്ചത് പറയുന്നതല്ല, നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എടുത്തു പറയുന്നത്. ആരോഗ്യകരമായിട്ടുള്ളവ കഴിക്കുക എന്നുള്ളതാണ്. ധാരാളം നാരുകൾ അടങ്ങിയ ഭക്ഷണ വസ്തുക്കൾ ശീലമാക്കുന്നത്, അതായത് പച്ചക്കറികൾ, പഴങ്ങൾ, സാലഡ്, മുഴുവൻ ധാന്യങ്ങൾ, സോപ്പ് ഇവയൊക്കെ ഇതിൽ നല്ലതാണ്. പ്രോസസ്സ് ചെയ്തവ കഴിക്കുകയേ ചെയ്യരുത്. കൊഴുപ്പ് കഴിവതും കുറയ്ക്കുക. ആരോഗ്യകരമായ ധാന്യങ്ങൾ കഴിക്കുക, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയവയൊക്കെ കുറയ്ക്കാൻ ശ്രമിക്കുക. പകരം മുഴുവൻ ധാന്യങ്ങൾ, ചോറ് കഴിക്കുന്നവരാണെങ്കിൽ തവിട് കളയാത്തതും ഉപയോഗിക്കാനായിട്ട് തന്നെ ശ്രമിക്കണം. ചോളം, റാഗി, ഓട്സ് മുതലായ ധാന്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. മധുരം, ഉപ്പ് എന്നിവ കുറയ്ക്കണം. മധുരം എന്നാൽ പഞ്ചസാര മാത്രമല്ല, ബേക്കറി പലഹാരങ്ങളും സ്വീറ്റ്സും ഒക്കെ അതിൽ പെടും. മധുരം രക്തത്തിലെ ഷുഗർ കൂടാൻ ഇടയാക്കും. ഇത് വയറ് ചാടാനുള്ള ഒരു പ്രധാന കാരണമാണ്. ഉപ്പ് ശരീരത്തിൽ വെള്ളം കെട്ടി നിൽക്കാൻ ഇടയാകും. ഇതും തടി കൂടും. വയറ് ചാടാൻ സോഡിയം ഒരു കാരണമാവാറുണ്ട്. ഇത് കഴിവതും കുറയ്ക്കുക. BP പോലുള്ള പല ആരോഗ്യ പ്രശ്നങ്ങളും വരാതിരിക്കാനും കൂടെ ഇത് സഹായിക്കും. പലപ്പോഴും നമ്മൾ ഷുഗർ ഒഴിവാക്കണം, സോൾട്ട് കുറയ്ക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. ശരീരത്തിൽ നിങ്ങൾക്ക് മറ്റു പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഒരു പ്രതിവിധിയായിട്ടും കൂടെ ഈ ഷുഗർ കട്ട് ഉപയോഗം. നിങ്ങൾക്ക് വയറ് കുറയണം എന്നുണ്ടെങ്കിൽ ഇതിപ്പം ഒരു ഡോക്ടർ പറഞ്ഞു തരുന്നത് കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് കുറയണം എന്നില്ല. ഞാൻ ഈ പറഞ്ഞത് അതുപോലെ ഫോളോ ചെയ്യണം. നമുക്ക് വയറ് കുറയ്ക്കണം അല്ലെങ്കിൽ നമ്മൾ ആ BMI മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ സ്വയം ഉള്ളിൽ തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ അതിനൊരു എഫേർട്ട് ഇട്ടാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അതിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് യോഗാസനങ്ങൾ കാണിക്കട്ടെ. ഇതിലെ കൊഴുപ്പ് കുറയ്ക്കാനുള്ള കുറച്ച് വ്യായാമങ്ങളാണ് കാണിക്കുന്നത്. ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇനി തുടക്കത്തിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറഞ്ഞ സമയം ചെയ്യുക, പിന്നീട് അത് കൂട്ടി കൊണ്ടുവരാവുന്നതാണ്. ഇനി നല്ല ഉറക്കം കിട്ടുന്നത്, ശരാശരി ഒരു മനുഷ്യൻ ആരോഗ്യപരമായിട്ട് ഒരു 7 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങണം എന്നുള്ളതാണ്. അതിന് കൂടെ തന്നെ നമ്മൾ എക്സസൈസിന് കൂടെ തന്നെ നമ്മുടെ അത്താഴം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഭക്ഷണത്തിൽ നമ്മൾ കൊഴുപ്പ് കൂടാനുള്ള ഒരു പ്രധാന കാരണം ഭക്ഷണത്തിൽ വരുന്ന ചില പ്രത്യേകതകളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഹെവി ഭക്ഷണങ്ങളൊന്നും തന്നെ കഴിക്കാതിരിക്കുക. ഓയിലിൽ വറുത്തതും കൂടുതൽ മധുരം അടങ്ങിയിട്ടുള്ളതും ഒഴിവാക്കുക. സാലഡ് അത്താഴമായി കഴിക്കുന്നത് മികച്ചൊരു ഓപ്ഷനാണ്. തടിയും വയറും കുറയ്ക്കാൻ സഹായിക്കുന്നെന്ന് മാത്രമല്ല, പോഷക സമൃദ്ധവുമാണ്. പെട്ടെന്ന് ദഹിക്കുന്ന നാരുകളും ആൻറ്റി ഓക്സിഡൻസുകളും ഒക്കെ അടങ്ങിയിട്ടുള്ള സാലഡ് നിങ്ങൾക്ക് അത്താഴത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും. രാത്രിയിൽ ചോറിന് പകരം ഗോതമ്പ്, റാഗി, ഓട്സ് ഇവയൊക്കെ കഴിക്കാം. ഏറെ ഗുണമുള്ളതാണ്. എന്നാൽ ഗോതമ്പ് പോലുള്ളവ മിതമായി കഴിക്കണം. പ്രത്യേകിച്ചും ചപ്പാത്തി പോലുള്ളവയൊക്കെ ചോറ് ഒഴിവാക്കി പകരം 4ഉം 5ഉം ചപ്പാത്തിയും കഴിച്ചാൽ അതുകൊണ്ട് ഒരു കാര്യം തന്നെ ഇല്ല. ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് ശരീരത്തിലെ വിഷാംശവും അനാവശ്യ കൊഴുപ്പൊക്കെ നീക്കം ചെയ്യും. വയറ് കുറയ്ക്കാൻ മാത്രമല്ല, ചർമ്മത്തിനും ഗുണകരമാവുന്ന ഒന്നാണ് വെള്ളം. വെള്ളം വിശപ്പ് കുറയ്ക്കുകയും ചെയ്യുന്നതിലൂടെ അമിത ഭക്ഷണം ഒഴിവാക്കാം. വെള്ളത്തിൽ ആരോഗ്യകരമായ പാനീയങ്ങളായ ഗ്രീൻ ടീ, ഫ്രഷ് ജ്യൂസ് വിത്തൗട്ട് ഷുഗറാണ്, വെജിറ്റബിൾ ജ്യൂസ് ഇവയെല്ലാം തന്നെ നമുക്ക് ഉൾപ്പെടുത്താം. വെള്ളം കുടിക്കുന്നത് കിഡ്നി ആരോഗ്യത്തിനും പ്രധാനമാണ്. പല പ്രശ്നങ്ങൾക്കും, ചർമ്മം, മുടി പ്രശ്നങ്ങൾക്കും ഒക്കെ തന്നെ വെള്ളം ഒരു പരിഹാരം കണ്ടെത്തുന്നുണ്ട്. പിന്നെ സ്ട്രെസ്സ് തടി കൂടാനും വയറ് ചാടാനും ഉള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഇത് സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ ഹോർമോൺ വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്നുണ്ട്. ഇത് വയറുഭാഗത്ത് കൊഴുപ്പ് അടിഞ്ഞുകൂടാനും വഴിയൊരുക്കുന്നുണ്ട്. പ്രമേഹം, കൊളസ്ട്രോൾ പോലുള്ള പല രോഗങ്ങളും വയറ് ചാടാൻ പ്രധാന കാരണമാകുന്നുണ്ട്. ഇത്തരം രോഗങ്ങൾക്കൊരു കാരണം സ്ട്രെസ്സാണ്. ഇത് നിയന്ത്രിക്കാൻ നമുക്ക് യോഗ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഫോളോ ചെയ്യാം. അതിന് കൂടെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കഫവർദ്ധനവും അഗ്നിമാന്ദ്യവും അതുപോലെ ടോക്സിൻസ് ശരീരത്തിലുമുള്ളതുമാണ് ഇത്തരം വയറ് ചാടാനുള്ള ഒരു പ്രധാന കാരണം. അതുകൊണ്ട് നമ്മുടെ ഡൈജഷൻ ശരിയായിട്ട് നിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതും നമ്മുടെ അഗ്നിദീപ്തി അല്ലെങ്കിൽ ആ ദഹനം എളുപ്പമാക്കുന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്നത് ത്രിക്കട്ടു ചൂർണം എന്നുള്ളതുണ്ട്. അത് നിങ്ങൾക്ക് ചിലപ്പം അതുപോലെ വാങ്ങിക്കാൻ കിട്ടാൻ സാധ്യത കുറവാണ്. ഈക്വൽ എമൗണ്ടിൽ കുരുമുളക്,
തിപ്പലി, ചുക്ക് എന്നിവ സമമെടുത്ത് ഉണക്കി പൊടിച്ചെടുത്തിട്ട് ആ പൊടി ഒരുപാടൊന്നും കഴിക്കരുത്, അത് നെഞ്ചരിച്ചിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. വെറും വയറിലും കഴിക്കരുത്. ചെറിയ ഒരു നുള്ള് പൊടി എടുക്കാം, അതിൽ തേന് ചാലിച്ചിട്ടാണെങ്കിൽ അങ്ങനെയും കഴിക്കാം. ഇങ്ങനെ കഴിക്കുന്നത് ചുമ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനും നമുക്കിതുപോലെ ആസ്മ, അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതിന് ഈ ഒരൊറ്റ മരുന്ന് കൊണ്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. എന്ന് മാത്രമല്ല, ഇതുപോലെ കൂടുതൽ കൊഴുപ്പടിയുന്ന രീതിയിലുള്ള പ്രോസസ്സൊക്കെ തന്നെ കുറയ്ക്കാൻ, അതുപോലെ അഗ്നിദീപ്തി ഉണ്ടാക്കാനൊക്കെ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്. ധാന്യങ്ങളിൽ യവം, ചാമ, യവം എന്ന് പറയുമ്പോൾ ബാർലി, ചാമ ഇതൊക്കെ ഉപയോഗിക്കാം. പ്രധാനമായിട്ടും ഷുഗർ പേഷ്യൻ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രമേഹ രോഗികളാണെങ്കിൽ ഈ ബാർലി തന്നെ തിളപ്പിച്ച് അത് കുക്ക് ചെയ്ത് കഴിക്കുന്നതോ അതിൻ്റെ വെള്ളം കുടിക്കുന്നതോ ഒക്കെ നല്ലതാണ്. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഷുഗർ പെട്ടെന്ന് കുറഞ്ഞു പോകും എന്നുള്ളത് കൊണ്ട് അത് ഡോക്ടറിൻ്റെ സൂപ്പർവിഷനിൽ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി അതുപോലെ തന്നെ പച്ചക്കറികളിലാണെങ്കിൽ ചുരയ്ക്ക, കുമ്പളം, പാവയ്ക്ക, വെണ്ടയ്ക്ക ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് കഫത്തെയും മേധസ്സിനെയും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. ത്രിഫലാദി ചൂർണ്ണം ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് രാത്രി കഴിക്കുന്നത് ദഹനമൊക്കെ വളരെ എളുപ്പത്തിലാക്കാനും നിങ്ങൾക്ക് മലബന്ധം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാനും നമ്മുടെ രോഗപ്രതിരോധ ശക്തിയൊക്കെ വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അതുപോലെ വരണാതി കഷായം തുടങ്ങിയിട്ടുള്ള ഗുഗുലു തുടങ്ങിയ ഒരുപാടേറെ ആയുർവേദ മരുന്നുകളുണ്ട് ഇതിനെയൊക്കെ സപ്പോർട്ടീവ് ആയിട്ടുള്ളത്. അതിനൊക്കെയാണെങ്കിൽ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ സ്വീകരിക്കാവുന്നതാണ്. അത്താഴം രാത്രി ഒരു 8 മണിക്ക് മുൻപേ ലഘുഭക്ഷണം കഴിക്കുന്നത് മറ്റൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളുടെ വയറ് കുറയ്ക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഒരു ടിപ്പാണ് എന്ന് വേണം പറയാൻ. കുടിക്കുമ്പോഴെപ്പോഴും ഇളം ചൂടുവെള്ളം കുടിക്കാനും കൂടെ ശ്രദ്ധിക്കുക. അതും തന്നെ നിങ്ങളുടെ ദഹനം എളുപ്പമാക്കും, വയറ് കൂടുന്നത് കുറയ്ക്കാനും സഹായിക്കും. ഇനി ആയുർവേദത്തിൽ തന്നെ ഉദ്വർത്തനം പോലുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സസൈസ് ഫോളോ ചെയ്യുന്നത് ഒരു 20 മിനിറ്റെങ്കിലും അതിന് മാറ്റി വെക്കുന്നതും, അതുപോലെ നിങ്ങളുടെ ഭക്ഷണം സ്കിപ്ഡ് മീൽസ് ഉണ്ട്, അല്ലെങ്കിൽ രാവിലെ കഴിക്കില്ല, ഉച്ചയ്ക്ക് കഴിക്കില്ല, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ അത് നിർത്തിയിട്ട് നേരത്തിന് ഭക്ഷണം കഴിക്കുക. അധിക അളവിലാവേണ്ട, ചെറിയൊരു അളവിൽ ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം തിരഞ്ഞെടുക്കുക എന്നുള്ളതിലാണ് പ്രധാനം. ഇങ്ങനെയൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാലും പ്രോപ്പറായിട്ട് നിങ്ങൾക്കൊരു ഉറക്കം കിട്ടുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ താനേ നിങ്ങളുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി വെയിറ്റ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഈ അമിതമായിട്ടുള്ള കൊഴുപ്പിനെ തടയാൻ ഇതൊക്കെയാണ് മാർഗം, അല്ലാതെ സൂത്ര വഴികളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ കുറച്ചൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങളെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. ഇനി ഇത് തടി കൂടിക്കഴിഞ്ഞാലും വയറ് ചാടിക്കഴിഞ്ഞാലും ഒക്കെ തന്നെ പലവിധ ആരോഗ്യ പ്രശ്നങ്ങളുടെ ഒരു സൂചന കൂടിയായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇത് അത്ര നിസ്സാരമാക്കി കാണേണ്ട ഒന്നല്ല. ഇനി വയറ് കൂടുതലാവുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. വയറ് മാത്രമല്ല കുറയുന്നത്, നിങ്ങളുടെ ചർമ്മത്തിനും കേശ ഭംഗിക്കും അതുപോലെ മൊത്തത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും എല്ലാമുള്ള ഒരൊറ്റ ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾക്ക് ആളുകൾക്ക് ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.